RSS കാരനായ ഗോഡ്സെയാണ് നമ്മളുടെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഒരിക്കൽ കൂടി ഓർമ്മിച്ചിരിക്കുക. ഇവിടെ മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് ജനങ്ങളെ വർഗീയതയുടെ പേരിൽ വീണ്ടും ജനങ്ങളെ വെറുപ്പിലേക്ക് തള്ളിവിടുന്ന ഒരു രാഷ്ട്രീയ കച്ചവടമാണ്. നമസ്കാരം. ഷിഹാബ് ചോറ്റൂരും നരേന്ദ്രമോദി ലൈക്ക് അടിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഷിഹാബ് ചോറ്റൂര് എന്ത് ചെയ്തിട്ടുള്ളത്, പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതിൽ അവന് അഭിമാനിക്കുന്നു. അതായത് നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി അവന്റെ പോസ്റ്റിന് ലൈക്ക് അടിച്ചതിൽ അവന് അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതും ഒരു ഇന്ത്യൻ മുസ്ലിമാൻ ആയതിന്റെ പേരിൽ അവന് അഭിമാനിക്കുന്നു. പൊന്നാര ഷിഹാബേ, നരേന്ദ്രമോദി നിന്റെ പോസ്റ്റിന് ലൈക്ക് അടിച്ചതും ഇന്ത്യൻ മുസൽമാനുമായിട്ട് എന്ത് ബന്ധാണുള്ളത്? ഈ ഒന്ന് പറഞ്ഞു തരുമോ? അറിയാണ്ട് ചോദിക്കാണ്. ശരിക്കും എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? അന്റെ പോസ്റ്റിന് വന്നിട്ട് നരേന്ദ്രമോദി ലൈക്ക് അടിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതെങ്കിലും ഈ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചോ? ആ പോസ്റ്റ് ഇട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അക്യൂബ് മിർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതിൽ എഴുതിയ വാക്കുകൾ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് പോലും ഈ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോ? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പോലും അറിയാതെ ഈ ജനങ്ങളെ മൊത്തം വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പോസ്റ്റ് അല്ലേ ആ ഒരു പോസ്റ്റ്? എന്തായാലും ആ ചങ്ങായി എഴുതിയതിന്റെ അർത്ഥം ഞാൻ എനക്കൊന്ന് പറഞ്ഞുതരാം. ഒരു ചിത്രത്തിൽ ഭാരതം പൂർത്തിയാക്കുക, പ്രിയ രാമഭക്തരെ എങ്ങനെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് അക്യൂബ് ആ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഭാരതം പൂർത്തിയാവുന്നുണ്ടോ? നമ്മളുടെ ഇന്ത്യ പൂർത്തിയാവുന്നുണ്ടോ? ഇന്ത്യ എന്ന് പറയുന്നത് മതേതര രാജ്യമാണ്. അവിടെ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യനുണ്ട്. പക്ഷെ നീ ഈ എടുത്ത ഫോട്ടോത്തിൽ ക്രിസ്ത്യാനികളുടെ എന്തെങ്കിലും ഒരു ഭാഗം ഈ ഒരു പോസ്റ്റിൽ കാണിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് അയാൾ പോസ്റ്റ് ചെയ്തതിൽ ഭാരതം പൂർത്തിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ആവുന്നത്? പിന്നെ ഈ പറയുന്നുണ്ട് അന്റെ പോസ്റ്റിന് നരേന്ദ്രമോദി ലൈക്ക് അടിച്ചു എന്നുള്ളത് ഈ പറയുന്നുണ്ട്. അപ്പൊ ആ പോസ്റ്റിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് എനിക്ക് കാണാൻ കഴിയും നരേന്ദ്രമോദി ഈ പറയുന്ന നിന്റെ പോസ്റ്റിൽ ലൈക്ക് അടിച്ചതാണോ അതോ അക്യൂബിന്റെ പോസ്റ്റിൽ നരേന്ദ്രമോദിയെ ടാഗ് ചെയ്തതാണോ എന്നുള്ളതിന്റെ കറക്റ്റ് സ്ക്രീൻ വീഡിയോ നിനക്ക് ഇവിടെ കാണാൻ കഴിയും. അതിന്റെ സ്ക്രീൻ വീഡിയോ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ അന്റെ പോസ്റ്റിൽ നരേന്ദ്രമോദി ലൈക്ക് അടിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് പോലും ഈ നോക്കിയിട്ടില്ല. എന്തുകൊണ്ട് ഈ നോക്കിയില്ല? അപ്പൊ നിന്റെ ഉദ്ദേശം ഇവിടെ ഒന്ന് മാത്രമാണ്. ഈ ആളുകളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ല ഈ വലിയ ഒരു സംഭവമാണ്, ഈ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു ആളാണ് എന്നുള്ളതാണ് ഈ വിചാരിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റ് വിമർശനങ്ങൾ വന്നതിന് ശേഷവും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് പോലും ഈ അന്വേഷിക്കാൻ നിന്നിട്ടില്ല എന്നുള്ളത് കൂടെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. എന്തായാലും ഷിഹാബ് അവന്റെ നാട്ടുകാരനുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. ആ ഒരു വോയിസ് ഇവിടെ ഞാൻ കേൾപ്പിക്കാം. അത് കേൾക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഷിഹാബ് ഇപ്പോഴും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് ആ വ്യക്തിയോട് സംസാരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും അതൊന്ന് കണ്ടോക്കി. ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ബാബുവാണ്, തുറക്കാത്ത വീടിന്റെ അവിടെ. ബാബു എന്തൊക്കെ സുഖമാണ്. നിങ്ങൾ എവിടെ നാട്ടിലാ? ഞാൻ അഹമ്മദാബാദിലുള്ളത്. പുതിയ വിവാദം ഉണ്ടായിക്കണല്ലേ? അതെ, അത് ചോദിക്കാനും വിളിച്ചാൽ നിങ്ങൾ ഇട്ട പോസ്റ്റ്. കൊല്ലം മുന്നുള്ള ഞാൻ രാമക്ഷേത്രത്തിൽ പോയിക്കണം എന്നിട്ടാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഈ ഇവിടെ രാമക്ഷേത്രത്തിൽ പോയിക്കണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്റെ അറിവിൽ ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ ആളുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഓക്കെ. പക്ഷെ ഈ രാമക്ഷേത്രത്തിൽ പോയതല്ലല്ലോ ഇവിടെ വിഷയം. ഈ അതിൽ കൊടുത്ത ഹെഡിങ് അവിടെയാണ് ഇവിടെ വിഷയം കിടക്കുന്നത്. എന്തായാലും ബാക്കിയാണ് കേൾക്കുന്നത്. ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അതുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? ആഫിയ കിഡ്സ് സ്കൂളില്ലേ? ഒരു ബന്ധമില്ല. ആഫിയ കിഡ്സ് സ്കൂളില്ലേ? ഞാൻ ബോർഡിൽ കാത്തുന്നത്. അന്നത്തെ അവിടുത്തെ സ്കൂൾ കുട്ടികളെ ഒരു കൊല്ലം മുന്നുള്ള അന്ന് അവിടുത്തെ സ്കൂളിൽ നാടകം നടന്നിരുന്ന ഓലെ കൂടെ എടുത്ത ഫോട്ടോ ഇപ്പൊ വൈറലായി. ഞാൻ അവിടെ പോയിക്കണം എന്നിട്ട് അന്ന് അവിടെ സ്കൂളിൽ നടന്ന നാടകത്തിൽ അവര് വേഷം കെട്ടിയപ്പോ അതിന്റെ കൂടെ അന്ന് എടുത്ത ഒരു കൊല്ലം മുന്നെടുത്ത ഫോട്ടോ. അത് എനിക്കൊരാൾ നരേന്ദ്രമോദി ലൈക്ക് അടിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നില്ല. അത് വൈറലായിട്ട് അങ്ങനെ ഡിലീറ്റ് ആക്കിയത് മൊത്തം. മുന്നത്തെ ആൾക്കാർ പറയുന്നത് രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് വയ്ക്കുന്നത്. പിന്നെ പൊതുവെ അങ്ങനെയല്ല, ഇതിനെ കുറിച്ചിട്ടാകുമ്പോ പ്രത്യേകിച്ച്. ഈ ഫോട്ടോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്താണ് ഇത് ഇപ്പൊ അടുത്ത് നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ആണത്. അതിപ്പോ വൈറലായത്. നരേന്ദ്രമോദി ലൈക്ക് അടിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് കുറെ സ്ക്രീൻഷോട്ട് എനിക്ക് പേഴ്സണൽ വന്നിരുന്നു. പിന്നെ അത് നരേന്ദ്രമോദിന്റെ അക്കൗണ്ടിൽ നിന്ന് ലൈക്ക് അടിച്ചിരിക്കുന്ന പറഞ്ഞിട്ട് അപ്പൊ വൈറലായതാണ് സംഭവം. അങ്ങനെ അല്ലല്ലോ ഷിഹാബ് ഇത് വൈറലാവുന്നത്. ഈ എഴുതിയ ആ ഹെഡിങ്, ആ വാചകം, അതാണല്ലോ ഇവിടെ വൈറലായിട്ടുള്ളത്. ഈ മോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുസ്ലിം ആയതിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇട്ട ഒരു പോസ്റ്റ്, അതാണല്ലോ ഇവിടെ വൈറലായിട്ടുള്ളത്. ആ ഒരു പോസ്റ്റ് അല്ലേ, അല്ലാതെ ഈ വർഷങ്ങൾക്ക് മുൻപിട്ട് ആ ഒരു എന്താ പറയാ ഫോട്ടോയുടെ ആ ഒരു പോസ്റ്റിന്റെ അല്ലല്ലോ ഇവിടെ വിഷയം. ആണോ? ഈ ഇട്ട സ്ക്രീൻഷോട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് എനിക്ക് കാണാൻ കഴിയും. ഇന്ത്യന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റ് എനിക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയും. ആ പോസ്റ്റ് ആണല്ലോ ഇവിടെ വിഷയം ഉള്ളത് അല്ലേ? എന്തായാലും ബാക്കി കേൾക്കാം. ഡിലീറ്റ് ആക്കി ഇതിനെ കുറിച്ചിട്ടാവുമ്പോ പിന്നെ അത് പ്രത്യേകിച്ചുണ്ടാവുമല്ലോ. പറയുന്നത് എന്താ പറയാ, രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് പോകാൻ പാടുണ്ട്. എത്ര ആൾക്കാരെ വിളിക്കണം അള്ളാഹ്ക്കല്ലേ. ഞാനുള്ളത് അഹമ്മദാബാദിലാണ്. നാളെ കൊൽക്കത്ത പോകാൻ ഞാൻ. എന്താ പിന്നെ ഇന്നും നെല്ലും തുടങ്ങിയല്ലേ നമ്മളെ കുറിച്ചിട്ട് പറയട്ടെ. എന്താ ആൾക്കാർ പറയും? ഞാൻ അങ്ങനെ ചെയ്യണത് മാത്രം പോട്ടെ, ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല ആൾക്കാർക്ക്. അനക്കാ ബുദ്ധി ഇല്ലാന്നുള്ളത് എൻ്റെ ആ പോസ്റ്റ് വന്ന് മനസ്സിലായിട്ടുണ്ട്. ആളുകൾക്ക് നല്ലോണം ബുദ്ധിയുണ്ട്. ഈ എന്താണ് ഏതാണെന്നുള്ളത് ചിന്തിക്കാനുള്ള നല്ല ബുദ്ധി ആളുകൾക്കുണ്ട്. പക്ഷെ അനക്ക് ആ ബുദ്ധിയും വിവരവും അന്തവും ഇല്ല എന്നുള്ളത് എൻ്റെ ആ പോസ്റ്റ് വന്ന് മനസ്സിലാവുന്നുണ്ട്. ഷിഹാബ് എന്തായാലും ബാക്കി
ഇത് ഫേസ്ബുക്കും എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ നല്ലത് വരുമ്പോ ആരും ഉണ്ടാവില്ല, മറ്റേത് സ്വാഭാവികം. പിന്നെ അങ്ങനെ ഷിഹാബെ ഈ ചെയ്ത ഒരു നല്ല കാര്യം ഒന്ന് പറഞ്ഞുതരോ? ഈ ചെയ്ത നല്ലൊരു കാര്യം ഒന്ന് പറഞ്ഞുതരോ? കാരണം എൻ്റെ അറിവിൽ ഈ പോയിട്ടുള്ളത് ഹജ്ജിന് പോയപ്പോഴാണ് ആളുകളൊക്കെ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോഴാണ് ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ എന്താ കാണിക്കുന്നത്, ഈ എവിടെയൊക്കെ പോകുന്നത്, എന്താ ചെയ്യുന്നതെന്നൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ നടന്ന് യൂട്യൂബ് വഴി ഹജ്ജിന് പോയ ആ ഒരു കാര്യമാണോ ഈ പറയുന്ന നന്മ എന്ന് പറയുന്നത്, ഈ ചെയ്ത നല്ലത് എന്ന് പറയുന്നത്? അത് എനിക്ക് വരുമാനത്തിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട് ഈ കണ്ടെത്തിയ ഒരു മാർഗ്ഗം മാത്രമല്ല യൂട്യൂബിലൂടെ ഹജ്ജിന് പോകുക എന്നുള്ള ആ ഒരു ഹജ്ജിനെ കച്ചവടച്ചരക്കാക്കി മാറ്റിയ ആ ഒരു യാത്ര എന്ന് പറയുന്നത്? അതല്ലേ ഈ ചെയ്ത നല്ല കാര്യം എന്ന് പറയുന്നത്? എന്തായാലും ബാക്കിയൊന്ന് കേൾക്കാം. അങ്ങനെയാണല്ലോ ഇന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ. അപ്പോ നിങ്ങൾ പഴയ സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് പിന്നെ പോയിട്ടില്ല. പാർട്ടിയും നമ്മളും മുസ്ലിം ലീഗ് പാർട്ടിയും ഒക്കെ യാത്ര മുസ്ലിം ലീഗിന്റെ മാത്രല്ല ഈ ലോകം മൊത്തം മുസ്ലിങ്ങൾ ഇതാക്കിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ അതിനെതിരെ സംസാരിച്ച ആളെ ഞാൻ വിഷക്കെതിരെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒരു കൊല്ലം മുന്നുള്ള ഫോട്ടോ നരേന്ദ്രമോദി ട്വിറ്ററിൽ എന്തെങ്കിലും ലൈക്ക് അടിച്ചിട്ട് വൈറലായതാണ്. എവിടെയാണ് ഷിഹാബെ നരേന്ദ്രമോദി അന്റെ പോസ്റ്ററിൽ, അന്റെ ട്വിറ്ററിൽ, അന്റെ പോസ്റ്റിന് വന്നിട്ട് എവിടെയാണ് ലൈക്ക് അടിച്ചിട്ടുള്ളത്? എവിടെയാണ് ലൈക്ക് അടിച്ചിട്ടുള്ളത്? പൊന്നാര ഷിഹാബെ, ജനങ്ങളെ മൊത്തം വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ ചെയ്യുന്ന ഈ പ്രവർത്തികളൊക്കെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി. പടച്ച റബ്ബ് എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്, അയാൾ നിന്റെ ഈ പ്രവർത്തികളെല്ലാം കാണുന്നുണ്ട്. അപ്പൊ നീ ചെയ്തതിൽ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നിന്റെ തെറ്റുകൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. അത് ഓരോ ആളുകൾ വഴി ആയിരിക്കും എന്ന് മാത്രം. നേരിട്ട് എത്തിക്കുന്നതിന് പകരം പടച്ച റബ്ബിന്റെ ദൂതന്മാർ വഴി ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം എന്താ അറിയോ, പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിനെ ഒരു കച്ചവടച്ചരക്കാക്കിയിട്ടാണ് ഈ സ്ഥാനമാനങ്ങളിൽ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഈ മനസ്സിലാക്കുക. പിന്നെ ഈ ഇതിൽ പറഞ്ഞ ആ ഒരു വാക്കിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ അതിൽ പറയുന്നുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി ലൈക്ക് അടിച്ചതിന് ഞാൻ ഒരു ഇന്ത്യൻ മുസൽമാനായതിൽ അഭിമാനിക്കുന്നു എന്നുള്ള ആ ഒരു വാക്ക്. പക്ഷെ ഈ പറയുന്ന ഇന്ത്യൻ മുസൽമാനെയും ക്രിസ്ത്യനെയും എല്ലാ ആളുകളെയും ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ വർഗീയ കലാപങ്ങൾ നാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിന്റെ ഒക്കെ പിന്നിൽ ആരാണെന്ന് ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയപ്പോഴും ഈ പറയുന്ന BJPക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഈ ഗവൺമെന്റിനെതിരെയോ ഒരു അക്ഷരം ഈ ശബ്ദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും ഈ ശബ്ദിച്ചിട്ടുണ്ടോ? അതൊന്ന് പറഞ്ഞേ. കാരണം ജനങ്ങൾക്ക് മൊത്തം അറിയാവുന്ന ഒരു വിഷയമാണ്. നമ്മളുടെ നാട്ടിൽ, നമ്മളുടെ മതേതര ഇന്ത്യയിൽ ഇത്രത്തോളം വർഗീയത വന്നിട്ടുള്ളത് ആര് ഭരണത്തിൽ വന്നതിന് ശേഷമാണ്. നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം വർഗീയതയും ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിപ്പിക്കുകയും ജനങ്ങളെ മതത്തിന്റെ പേരിൽ അവരുടെ ആരാധനാലയങ്ങള് ആക്രമിക്കുകയും അവിടെ ആരാധനാലയങ്ങള് പൊളിച്ചുകൊണ്ട് ഈ പറയുന്ന അമ്പലങ്ങള് വിശ്വാസികളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് അമ്പലങ്ങൾ കെട്ടിപ്പൊക്കുകയും എല്ലാം ചെയ്യുന്നത് ആരാണ്? ഏത് പാർട്ടിയാണ്? ഈ ഒന്ന് ചിന്തിച്ചു നോക്കേ. ഇപ്പൊ അവര് മുസ്ലിങ്ങളുടെ, അതായത് പള്ളികൾ മാത്രം പൊളിക്കുന്നുള്ളൂ എന്നായിരുന്നു ചില ക്രിസംഖ്യ ആളുകൾ വിചാരിച്ചിരുന്നത്. ഇപ്പൊ ഇതാകണ അവര് ക്രിസ്ത്യൻ ചർച്ചുകളിൽ കൂടെ കൈവക്കല് തുടങ്ങി. ഇത് അവർ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം അവര് തുടക്കം കുറിച്ചത് നമ്മളുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സെയിലൂടെയാണ് എന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കാതിരിക്കുക. അതിന്റെ പിൻഗാമികളാണ് ഇവരെല്ലാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. RSS കാരനായ ഗോഡ്സെയാണ് നമ്മളുടെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഒരിക്കൽ കൂടി ഓർമ്മിച്ചിരിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇവരുടെ ഉദ്ദേശം ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിച്ചുകൊണ്ട് നാട്ടിൽ ഒരു വർഗീയ കലാപം സൃഷ്ടിച്ചുകൊണ്ട് അത് വോട്ടാക്കിക്കൊണ്ട് ആ വോട്ടിലൂടെ ജനങ്ങളുടെ മത വോട്ടുകൾ എടുത്തുകൊണ്ട് ജയിച്ച് മുന്നേറുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതിൽ ഈ പറയുന്ന ജനങ്ങൾ പെടാതിരിക്കുക, അത് പൊതുജനം മനസ്സിലാക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്, അയാൾ ചെയ്ത ആ പോസ്റ്റിൽ പോലും അയാൾ പറയുന്നത് ഇതാണ് ഭാരതം ഇവിടെ പൂർത്തിയാകുന്നു എന്നാണ്. പക്ഷേ ആ ഒരു പോസ്റ്റിൽ ഒരു ക്രിസ്ത്യാനിയുടെ പോസ്റ്റോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ എന്തെങ്കിലും ഒരു അടയാളം പോലും ആ ഒരു പോസ്റ്റിൽ കാണിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇവിടെ മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് ജനങ്ങളെ വർഗീയതയുടെ പേരിൽ വീണ്ടും ജനങ്ങളെ വെറുപ്പിലേക്ക് തള്ളിവിടുന്ന ഒരു രാഷ്ട്രീയ കച്ചവടമാണ് നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.